ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? ഇത് നെയ്യാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് പാലിൻ്റെ പാടയാണ്. ഞാനിവിടെ പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് രാവിലെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ പാട കിട്ടിയിട്ടുണ്ടാവും. ആ പാടയാണ് ഇത് ഞാൻ അത് കോരി ഒരു പാത്രത്തിലാക്കി ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും. ഇത് ഏകദേശം ഒരാഴ്ചക്ക് മുകളിലുള്ള പാൽപ്പാടയാണ്. നമുക്ക് ഇതിൽ നിന്നാണ് ഈ ബട്ടറും നെയ്യും ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അത് നന്നായിട്ട് ഐസും വേണം, എങ്കിൽ ഒത്തിരി ലൂസാകാനും പാടില്ല. ആ ഒരു ഇതിൽ വേണം നമ്മൾ ജാറിനകത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ എടുത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഇത് പാലും ബട്ടറുമായിട്ട് വേർതിരിച്ച് വരും. ഇതേപോലെ വരും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ പാലിൻ്റെ അംശമൊക്കെ രണ്ടായിട്ട് ഇതേപോലെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇത് ചെറിയ ഉരുളയാക്കി, ചെറുതല്ല ഒരു മീഡിയം സൈസിലെ ഉരുളയാക്കി നമുക്ക് തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് ഇടുകയും ചെയ്യണം. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളയാക്കി ചെറുതല്ല ഒരു മീഡിയം സൈസ് ഉരുളയാക്കി നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിടണം. നല്ലവണ്ണം പിഴിഞ്ഞെടുത്താലേ അതിൻ്റെ അകത്തുള്ള ജലാംശം എല്ലാം പോകത്തുള്ളൂ. ആ പാലിൻ്റെ ഇത് മാറിക്കിട്ടത്തുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ അടുപ്പിലോട്ട് ഇത് മെൽറ്റ് ആകാൻ വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊട്ടി നിൽക്കും. അപ്പോൾ ആ പാലും ബട്ടറും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ നെക്കി ഇതിൻ്റെ ജലാംശം എല്ലാം കളയണം. ആ പാലിൻ്റെ അതെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് അടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ കുറേ പതയായിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ഇത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ തീ നമുക്ക് കൂട്ടി തന്നെ വെക്കാം. എന്നാലേ വേഗം ഇത് മെൽറ്റായി വരത്തുള്ളൂ. നന്നായിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി അതിൻ്റെ ആ കട്ട വെട്ടി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളക്കുന്ന ആ സമയത്ത് തന്നെ തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കളറിൽ കിട്ടില്ല. ഇത് തീ കുറച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടും. തിളച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ കൈ വിട്ട് ഇളക്കി ഇരുന്നാൽ മാത്രമേ ഇതിങ്ങനെ കിട്ടത്തുള്ളൂ. അതിന് ശേഷം ആ മേളിൽ പൊങ്ങിക്കിടന്ന പാലിൻ്റെ പാടയെല്ലാം താഴെ ഇതേപോലെ തങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പം തന്നെ തീ ഓഫാക്കി ആ ചൂടിങ്ങനെ മാറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ആ പാലിൻ്റെ പാട താഴെ ഇതേപോലെ തങ്ങിക്കിടക്കും ബ്രൗൺ കളറായിട്ട്. അപ്പോൾ പാലും നെയ്യും വേർതിരിച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല സൂപ്പർ സ്വർണ്ണ കളറിലുള്ള നെയ്യ്, നമുക്ക് ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇത്രയും എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.